നമ്മൾ അനാറ്റമി പഠിച്ചപ്പം സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ ഈ ഒരു കമ്പാരിസൺ പഠിച്ചപ്പം അവിടെ കോമൺ ആയിട്ട് പറഞ്ഞ ചില പോയിൻറ്റ്സ് ഉണ്ട് അല്ലേ. റൂട്ടാണെങ്കിൽ അതെന്താണ്, റേഡിയലാണ്. ആൻഡ് സ്റ്റെം ആണെങ്കിൽ അത് നമ്മളുടെ കൺജോയിൻ്റ് ആണ് എന്ന് പറഞ്ഞ ടേംസ് നിങ്ങൾ കേട്ടു. അപ്പോൾ എന്താണ് ഈ റേഡിയൽ, എന്താണ് ഈ കൺജോയിൻ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ റേഡിയൽ അറേഞ്ച്മെൻറ്റ് കാണുന്നത് നമ്മളുടെ റൂട്ടിലാണ്. റേഡിയൽ അറേഞ്ച്മെൻറ്റ് ആരുടെയാണ്? വാസ്കുലാർ ബണ്ടിൽസിൻ്റെയാണ്. വാസ്കുലാർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. സോ വാസ്കുലാർ ബണ്ടിൽസ് റേഡിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെൻറ്ററിലാണല്ലോ. സെൻറ്ററിൽ നിന്നുള്ളൊരു പോയിൻ്റ് ആണ് റേഡിയസ്. ഇതൊക്കെ എന്താണ്? ഓരോ റേഡിയസ് ആണ് അല്ലേ. ഇതൊക്കെ ഓരോ റേഡിയസ് ആണ്. സോ ഇവിടെ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഫ്ലോയും പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന സൈലവും ആണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ റേഡിയസ് നോക്കുമ്പം ഓരോ ഡിഫറെൻറ്റ് റേഡിയസിലാണ് സൈലവും ഫ്ലോയും കാണുന്നത്. സെയിം റേഡിയസ് അല്ല. ഇതൊരു റേഡിയസിൽ സൈലം, അടുത്ത റേഡിയസിൽ ഫ്ലോയും, അടുത്ത റേഡിയസിൽ സൈലം, പിന്നത്തെ റേഡിയസിൽ ഫ്ലോയും, പിന്നത്തെ റേഡിയസിൽ സൈലം. ഇങ്ങനെ നമുക്ക് ഓരോ റേഡിയസിലാണ് ആരെ കാണുന്നത്? നമ്മളുടെ സൈലത്തിനെയും ഫ്ലോയത്തിനെയും കാണുന്നത് ആണ് അല്ലേ. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് റേഡിയസിൽ സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ റേഡിയൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞത്. സോ റേഡിയൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലം ആൻഡ് ഫ്ലോയം ഇൻ ഡിഫറെൻറ്റ് റേഡിയായി ആണെങ്കിൽ, രണ്ട് ഡിഫറെൻറ്റ് റേഡിയസിലാണെങ്കിൽ നമുക്കത് പറയാം റേഡിയൽ അറേഞ്ച്മെൻറ്റ്. പിന്നെ നിങ്ങളിവിടെ ഒരു പോയിൻ്റ് കൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. ഒരു സൈലം പിന്നെ ഫ്ലോയം, പിന്നെ സൈലം പിന്നെ ഫ്ലോയം. സോ ഇവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈലം ഫ്ലോയം ഇങ്ങനെ വിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇതിൻ്റെ നമ്മുടെ റൂട്ടിൽ നമ്മൾ എപ്പോഴും പറയും റേഡിയൽ അറേഞ്ച്മെൻ്റ് ആണ്. റൂട്ടാണോ നമുക്ക് പറയാം റേഡിയലാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വേറൊരു ടൈപ്പ് അറേഞ്ച്മെൻറ്റ് നോക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കി, സൈലം ഉള്ളിലും ഫ്ലോയും പുറത്തും. സൈലം ഉള്ളിലും ഫ്ലോയും പുറത്തും ആയിട്ടുള്ള ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ അറേഞ്ച്മെൻ്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് കുറച്ചൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഇങ്ങനെ സൈലവും ഫ്ലോയും ഇങ്ങനെ താഴെയും മുകളിലും ആയിട്ട് സെയിം റേഡിയസിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സൈലവും ഫ്ലോയും സെയിം റേഡിയസിലാണ്. നമ്മൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഡിഫറെൻറ്റ് റേഡിയസിലാണ് ഇവിടെ അല്ലേ. ഇവിടെ നോക്കിയേ, സൈലം ആൻഡ് ഫ്ലോയം ഇൻ ദ സെയിം റേഡിയസ്. ഇവിടെ ഒരു റേഡിയസിൽ വരച്ചപ്പോൾ അതിൽ തന്നെ വന്നു സൈലവും ഫ്ലോയും. സൈലവും ഫ്ലോയും ഇൻ സെയിം റേഡിയസ്, സൈലം ഫ്ലോയം ഇൻ സെയിം റേഡിയസ്, സൈലം ഫ്ലോയം ഇൻ സെയിം റേഡിയസ്. ഇങ്ങനെ സൈലവും ഫ്ലോയും സെയിം റേഡിയസിലാണെങ്കിൽ നമ്മൾ അതിനെ പറയും കൺജോയിൻഡ് വാസ്കുലാർ ബണ്ടിൽ. സൈലം ആൻഡ് ഫ്ലോയം ആർ ഇൻ സെയിം റേഡിയസ്. സൈലം ആൻഡ് ഫ്ലോയം in same radius. സൈലം ഫ്ലോയും സെയിം റേഡിയസിലാണെങ്കിൽ കൺജോയിൻഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. ഇത് നമുക്ക് സ്റ്റെമ്മിലും കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വേറൊരാളും കൂടി ഇത് കാണിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ലീഫ്. സ്റ്റെമ്മിലും ലീഫിലും എന്താണ്? കൺജോയിൻഡ് വാസ്കുലാർ ബണ്ടിൽസ് ആണ്. സൈലം ഫ്ലോയും വിത്തിൻ ദ സെയിം റേഡിയസ്. ഇവിടെ തന്നെ ചില സമയത്ത് നിങ്ങൾ വേറൊരു പേര് കൂടി കേൾക്കും. അതായത് കൺജോയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? സൈലവും ഫ്ലോയും സെയിം റേഡിയസിലാവണം അല്ലേ. സെയിം റേഡിയസിലാണെങ്കിലാണ് അത് കൺജോയിൻഡ് ആവുക. സെയിം റേഡിയസ്. ഇതിൽ തന്നെ രണ്ട് ടേംസ് ഉണ്ട്. ഒന്നാണ് കൊലാറ്ററൽ, കൺജോയിൻഡ് കൊലാറ്ററൽ, ദെൻ കൺജോയിൻഡ് ബൈ കൊലാറ്ററൽ. പേര് കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും, പക്ഷേ സിമ്പിളാണ് കാര്യം. എന്താണ്? സൈലം നമ്മൾ നേരത്തെ കണ്ട സമയത്ത് എന്താണ്? ഇവിടെ ഫ്ലോയം മുകളിൽ അല്ലേ, ഫ്ലോയം മുകളിലായിരുന്നു. ഇവിടെ ഫ്ലോയം ഇങ്ങനെ മുകളിലും ആൻഡ് സൈലം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? താഴെയായിരുന്നു. സോ സൈലം താഴെയും ഫ്ലോയം മുകളിലും ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് കൊലാറ്ററൽ. ഇനി നേരെ മറിച്ച് ഇവിടെ സൈലം ഉണ്ട്, സൈലം സെൻറ്ററിലുണ്ട്. സൈലം സെൻറ്ററിലുണ്ട് ആൻഡ് മുകളിൽ ഫ്ലോയും ഉണ്ട്. മുകളിൽ ഫ്ലോയും ഉണ്ട്, താഴെയിലും ഫ്ലോയും ഉണ്ട്. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ബൈ കൊളാറ്ററൽ എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോയമാണ്, ഇത് ഫ്ലോയമാണ്. അപ്പോൾ ഫ്ലോയും മുകളിലും സൈലം താഴെയാണെങ്കിൽ കൊളാറ്ററൽ. രണ്ടും കൺജോയിൻ്റ് ആണ്, കാരണം സെയിം റേഡിയസിലാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണ്? സെയിം റേഡിയസ്.
ഇതും സെയിം റേഡിയസ്. സെയിം റേഡിയസ് ആയതുകൊണ്ട് നമ്മൾ പറയും കൺജോയിൻ്റ് ആണ്. സൈലം താഴെയും ഫ്ലോയം മുകളിലാണെങ്കിൽ ബൈക്കൊലാട്രൽ. രണ്ടും സൈലം നടുവിൽ, സൈലം ഇങ്ങനെ സാൻഡ്വിച്ച് ആയിരിക്കുകയാണ് ഫ്ലോയത്തിൻ്റെ നടുവിൽ, അതാണ് ബൈക്കൊലാട്രൽ. ഓക്കെ, സോ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് എല്ലാറ്റിനും ബേസിൽ പറയാവുന്നതാണ്. റേഡിയൽ അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ റൂട്ടാണ്, ആൻഡ് കൺജോയിൻ്റ് അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ സ്റ്റെമ്മും ലീഫുമാണ്. ഓക്കെ.